റോഡ് ഷിംലിത്തിന്റെ സംവിധാനത്തിൽ 2003 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ സ്ലാഷർ ഫിലിമാണ് റോങ് ടേൺ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു കാട്ടിനുള്ളിൽ മല കയറിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരെയാണ്. അതിൽ യുവാവ് ആദ്യം മുകളിൽ കയറിയെത്തുന്നു. എനിക്ക് കയറാൻ കഴിയുന്നില്ലെന്നും എന്നെ മുകളിലേക്ക് വലിക്കാനും അവൾ പറയുന്നു. എന്നാൽ അല്പസമയത്തിനുള്ളിൽ യുവാവ് അനക്കമില്ലാതെ മറിഞ്ഞു വീഴുന്നു. അവന്റെ ദേഹത്തു നിന്നും രക്തം അവളുടെ മുഖത്തേക്ക് വീഴുന്നുണ്ട്. ഉടൻ അവനെ ആരോ താഴേക്ക് വലിച്ചെറിയുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ അവളുടെ കയറിൽ പിടിച്ച് ആരോ മുകളിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നു. അപകടം മനസ്സിലാക്കിയ അവൾ തന്റെ കയ്യിൽ നിന്ന് കത്തി ഉപയോഗിച്ച് കയർ മുറിച്ച് താഴേക്ക് ചാടുന്നു. അവിടെ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അവൾ എത്രയും വേഗം അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ മറിഞ്ഞു വീഴുകയും അവളെ ആരോ കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് സിനിമയിലെ നായകനായ ക്രിസ് ഫ്ലിങ് വളരെ ജോളിയായി ഒരു കാറിൽ ഡ്രൈവ് ചെയ്തു വരുന്നതാണ്. ഒരു മീറ്റിംഗിനായി പോവുകയാണ് അവൻ. കാർ ഓടിച്ചു വരുന്നതിനിടെ മുന്നിൽ ഒരു ബ്ലോക്ക് കാണുന്നു. അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങിച്ചെന്ന് മുന്നിലുള്ള ഒരു ട്രക്കുകാരനോട് ബ്ലോക്ക് ഉടനെയെങ്ങാനും ശരിയാകുമോ എന്ന് ചോദിക്കുന്നു. ഒരു കെമിക്കൽ ലോറി മറിഞ്ഞതാണെന്നും ഇതെല്ലാം റെഡിയാകാൻ ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കുമെന്നും അയാൾ പറയുന്നു. എനിക്ക് പോകാൻ അത്യാവശ്യമുണ്ടെന്നും നോർത്ത് കരോലിന പോകാൻ വേറെ വഴി വല്ലതുമുണ്ടോ എന്നും അവൻ ചോദിക്കുന്നു. തിരിച്ചു പോകുമ്പോൾ ഇടത്തേക്ക് ഒരു വഴിയുണ്ടെന്നും അതുവഴി പോയാൽ കുറുക്ക് വഴി കയറി എത്താമെന്നും അയാൾ പറയുന്നു. അങ്ങനെ അവൻ വണ്ടി തിരിക്കുകയും അയാൾ പറഞ്ഞ വഴിയിലൂടെ അവൻ പോവുകയും ചെയ്യുന്നു. പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ അവിടെ ഒരു ഗ്യാസ് സ്റ്റേഷൻ അവൻ കാണുന്നു. അവൻ അവിടെ ഇരിക്കുന്ന ആളിനോട് ഇവിടുത്തെ ഫോണൊന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ച ശേഷം ഫോൺ എടുത്ത് വിളിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവന് വിളിക്കേണ്ട സ്ഥലത്തേക്ക് കിട്ടുന്നില്ല. ഇവിടെ വേറെ വല്ല ഫോൺ വല്ലതും ഉണ്ടോ എന്നും ഒരു ഇന്റർവ്യൂ ഉണ്ടെന്നും ക്രിസ് പറയുന്നു. ഇവിടെ ഇതല്ലാതെ വേറൊരു ഫോണും ഇല്ലെന്ന് അയാൾ പറയുന്നു. ഇതിനിടെ അവിടെ ഒരു മാപ്പ് അവൻ കാണുന്നു. അതിൽ നിന്ന് പോകേണ്ട സ്ഥലത്തേക്കുള്ള ഒരു ഷോർട്ട് കട്ട് അവൻ ശ്രദ്ധിക്കുന്നു. ഇതുവഴി പോയാൽ എനിക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുമല്ലോ എന്ന് അവൻ ചോദിക്കുന്നു. അത് കുറച്ച് അപകടം പിടിച്ച വഴിയാണെന്നും അതുവഴി പോയാൽ വണ്ടി ചെളിയിൽ കുടുങ്ങാൻ സാധ്യതയുണ്ടെന്നും അയാൾ പറയുന്നു. കുഴപ്പമില്ല, എന്തായാലും ഇതുവഴി തന്നെ പോകാമെന്നും ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ മീറ്റ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ക്രിസ് അവിടെ നിന്നും പോകുന്നു. അതിന് നീ ജീവനോടെ തിരിച്ചു വന്നാലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ ഇരിക്കുന്നു. അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദൂരം ചെന്നതിന് ശേഷം അവൻ 2 വഴികൾ കാണുന്നു. എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് കൃത്യമായ ഉറപ്പില്ല. തെല്ലെന്ന് ആലോചിച്ച ശേഷം അവൻ രണ്ടും കൽപ്പിച്ച് ഒരു വഴിയിലൂടെ കയറി പോകുന്നു. അങ്ങനെ പോയി നല്ല കൊടും കാട്ടിനുള്ളിലേക്കാണ് അവൻ പ്രവേശിക്കുന്നത്. ഇതിനിടെ അവന്റെ കയ്യിൽ നിന്ന് CD താഴെ പോവുകയും അതെടുത്ത് നോക്കുന്നതിനിടയിൽ അവിടെ ഒരു മൃഗം ചത്തി കിടക്കുന്നത് അവൻ കാണുകയും അവന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിയുകയും പെട്ടെന്ന് മുന്നിൽ കിടന്ന ഒരു വണ്ടിയിൽ അവന്റെ കാർ ഇടിക്കുകയും ചെയ്യുന്നു. ഇതോടെ അവൻ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങുന്നു. ഇതിനിടെ ആ വണ്ടിയിലുണ്ടായിരുന്നവർ അവിടേക്ക് വരികയും നിങ്ങൾക്കെന്താ കണ്ണ് കാണില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവനോട് ചൂടാവുകയും ചെയ്യുന്നു. നിങ്ങളുടെ വണ്ടി ശരിയാക്കാനുള്ള മുഴുവൻ ചെലവും ഞാൻ വഹിക്കാം എന്ന് ക്രിസ് പറയുന്നു. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് റോഡിന്റെ നടുക്ക് വണ്ടി നിർത്തിയിട്ടത് എന്ന് അവൻ ചോദിക്കുന്നു. വണ്ടി പഞ്ചറായതുകൊണ്ടാണെന്നും ഞങ്ങൾ വരുന്ന വഴിക്ക് റോഡിൽ മുള്ളുകമ്പി ഉണ്ടായിരുന്നെന്നും അതിൽ കയറി പഞ്ചറായതാണെന്നും അവർ പറയുന്നു. അതിനിടെ ജെസ്സി അങ്ങോട്ട് വരുന്നു. ഇത് മനഃപൂർവ്വം ആരോ പഞ്ചറാക്കാൻ വേണ്ടി അവിടെ കെട്ടിവെച്ചതാണെന്ന് അവൾ പറയുന്നു. ജെസ്സി ക്രിസിനെ പരിചയപ്പെടുന്നു. നമുക്ക് അടുത്ത എവിടെയെങ്കിലും ഫോണോ വർക്ക്ഷോപ്പോ ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് 2 പേരെ വണ്ടിയുടെ അടുത്ത് സാധനങ്ങൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് നിർത്തി അവർ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ സംസാരിച്ച് കാര്യം പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്ക് കാവൽ നിൽക്കുന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ റൊമാൻറ്റിക്കായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ശേഷം അവർ 2 പേരും 2 വണ്ടിയിലും ആഹാരം വല്ലതും ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം പുറത്ത് കാട്ടിൽ എന്തോ വലിയ ശബ്ദം കേൾക്കുന്നു. ഇത് കേട്ട് ശബ്ദം എന്താണെന്ന് അറിയാനായി അവൻ അങ്ങോട്ട് പോകുന്നു. കൂടെയുള്ളവൻ ഒരു സിഗരറ്റൊക്കെ വായിൽ വെച്ച് കത്തിച്ചിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ കാണാനില്ല. അവൾ മുന്നോട്ട് പോയി അവനെ നോക്കി നടക്കുകയാണ്. അവിടെ ഒരു ഷൂസ് കിടക്കുന്നത് അവൾ കാണുന്നു. കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ചെവി കിടക്കുന്നത് അവൾ കാണുന്നു. ഇത് കണ്ട് അവൾ പേടിച്ച് പിന്നോട്ട് നടക്കുന്നു. ഇതിനിടെ ആരോ പിന്നിൽ നിന്നും അവിടെ ഒരു കുരുക്ക് ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു. ഈ സമയം മറ്റുള്ളവർ തമാശയൊക്കെ കാണിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ നടന്നതിന് ശേഷം അവർ കാടിനുള്ളിൽ ഒരു വീടിന് മുന്നിലെത്തുന്നു. അവിടെ ധാരാളം പൊളിഞ്ഞ വാഹനങ്ങൾ കിടപ്പുണ്ട്. ഇതിനി വർക്ക്ഷോപ്പ് വല്ലതും ആയിരിക്കുമോ എന്ന് അവർ ചോദിക്കുന്നു. കാടിന് നടുവിൽ വർക്ക്ഷോപ്പ് നടന്നുവെങ്കിൽ അവർക്ക് വട്ടായിരിക്കുമെന്ന് അവർ പറയുന്നു. വീടിന്റെ മുന്നിൽ ചെന്ന് അവർ വിളിച്ചു നോക്കുന്നു. അനക്കമൊന്നും കേൾക്കുന്നില്ല. അവിടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അവർ നമുക്കൊന്ന് വീടിന്റെ ഉള്ളിൽ കയറി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറി പരിശോധിക്കുന്നു. ജെസ്സി നോക്കുമ്പോൾ അവിടെ ധാരാളം കാറുകളുടെ താക്കോലിരിക്കുന്നുണ്ട്. അവിടുത്തെ അടുപ്പിൽ ഇറച്ചി വെന്തുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിലെ ഓരോ വസ്തുക്കളും അവർ പരിശോധിക്കുന്നു. അവിടെയെല്ലാം വിചിത്രമായ കാഴ്ചകളാണ് അവർക്ക് കാണാൻ കഴിയുന്നത്. അവൾ നോക്കുമ്പോൾ അവിടെ മനുഷ്യരുടെ പല്ല് കുപ്പിയിലിട്ട് വെച്ചിരിക്കുകയാണ്. ക്രിസ് ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ അതിൽ മുഴുവൻ ഇറച്ചികളാണ് പാത്രങ്ങളിലാക്കി വെച്ചിരിക്കുന്നത്. ഇതിനിടെ അവരുടെ വണ്ടി പഞ്ചറാക്കിയ മുള്ളുകമ്പി അവിടെ ഇരിക്കുന്നത് ജെസ്സി കാണുന്നു. ഇതേ സമയം
അവൾ അവിടുത്തെ ബാത്ത് ടബിൽ ഒരു കൈ കിടക്കുന്നത് കാണുന്നു. ഇതോടെ അവർ ചെന്ന സ്ഥലം അപകടം പിടിച്ചതാണെന്ന് അവർക്ക് മനസ്സിലാവുകയും അവർ അവിടെ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം പുറത്തു നിന്നും ആ വീട്ടിലുള്ളവർ അവിടേക്ക് വരുന്നത് അവർ കാണുന്നു. അവർ പുറകുവശത്തുകൂടിയെല്ലാം ഇറങ്ങാൻ നോക്കുമെങ്കിലും എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. അതേസമയം അവരുടെ കാറുകളും വലിച്ചുകൊണ്ട് ആ വണ്ടി അവിടേക്ക് വന്നു നിൽക്കുകയും അതിൽ നിന്നും ആളുകൾ ഇറങ്ങി വന്ന് വീടിനുള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു. ഈ സമയം ജെസ്സിയും ക്രിസും അവിടെ ഒരു കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുകയാണ്. വന്നവർ ജെസ്സിയുടെ കൂട്ടുകാരിയെ അവിടെ ഒരു കട്ടിലിൽ അവരുടെ മുന്നിലേക്ക് ഇടുന്നു. അവളുടെ രക്തം അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ജെസ്സി കരച്ചിലടക്കി പിടിച്ച് ഇരിക്കുകയാണ്. അതിനുശേഷം അവർ വന്ന് ആ ശവശരീരം അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്നു. ഇതിനിടെ ഒരു വെടിയുണ്ട അവരുടെ കയ്യിൽ നിന്നും താഴെ വീഴുകയും ഇവരുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. അതെടുക്കാനായി അവർ കട്ടിലിനടിയിൽ തപ്പുകയും ജെസ്സിയും ക്രിസും അവരുടെ കയ്യിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അവരുടെ കൂടെയുള്ള മറ്റു രണ്ടുപേരും അവിടെ ഒരു വാതിലിന്റെ പിറകിൽ ഒളിച്ചിരിക്കുകയാണ്. ജെസ്സിയുടെ കൂട്ടുകാരിയെ വെട്ടിനുറുക്കുന്നത് അവർ അവിടെ നിന്ന് കാണുന്നു. അങ്ങനെ അവർ അവിടെ തന്നെ ഒളിച്ചിരിക്കുകയും ആ നരഭോജികൾ ഉറങ്ങിയ ശേഷം ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ശേഷം അവർ ശബ്ദമുണ്ടാക്കാതെ പതിയെ ഡോർ തുറക്കുന്നു. അതിനിടെ ഒരു വള്ളി വലിയുകയും ക്രിസ് അതിലേക്ക് മുറുക്കി പിടിക്കുകയും ചെയ്യുന്നു. അവർ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. എല്ലാവരും ഇറങ്ങിയ ശേഷം വാതിലടയ്ക്കാനായി അവൻ അവരെ നോക്കുന്നു. ആ സമയം നരഭോജികളിൽ ഒരാൾ ഇവരെ കാണുന്നു. ഇതോടെ അവർ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവർ അടുത്തുള്ള ചെറിയ കുന്നിലേക്ക് ഓടിക്കയറുന്നു. ഈ സമയം നരഭോജികൾ അവരെ അന്വേഷിച്ചിറങ്ങിയതായും അവർക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും ഓടി ഒരു സ്ഥലത്തെത്തുന്നു. അവിടെ ധാരാളം വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ വാഹനങ്ങളിൽ വന്നിട്ടുള്ളവരെല്ലാം അവർ കൊന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഇതിനിടയിൽ ആ നരഭോജികൾ അവിടേക്ക് വരുന്നത് അവർ കാണുകയും അവർ അവിടെ ഒളിച്ചു നിൽക്കുകയും ചെയ്യുന്നു. നരഭോജികൾ അവിടെ വന്നിറങ്ങി അവരെ അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ എങ്ങനെയെങ്കിലും അവരുടെ ട്രക്കിൽ കയറി പറ്റണം, അല്ലാതെ ഒരു വഴിയും ഇല്ലെന്നും അവർ പറയുന്നു. നമ്മളിൽ ആരെങ്കിലും അവരുടെ ശ്രദ്ധ തിരിക്കുകയും ആ സമയം അവരുടെ ട്രക്കിൽ കയറണമെന്നും അവൻ പറയുന്നു. ക്രിസ് അവരുടെ മുന്നിലൂടെ ഉറക്കെ വിളിച്ചുകൊണ്ടു പോകുന്നു. എന്നാൽ അവർ പ്രതീക്ഷിക്കാതെ നരഭോജികളിൽ ഒരാൾ തോക്കെടുത്ത് വെടിവെക്കുകയും വെടി ക്രിസിന്റെ കാലിൽ കൊണ്ട് അവൻ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഇതോടെ നരഭോജികളെല്ലാം അവന്റെ നേർക്ക് ചെല്ലുന്നു. നിങ്ങൾ രണ്ടുപേരും ട്രക്കിൽ കയറാനും അവനെ രക്ഷിക്കാനായി ഞാൻ അവരുടെ ശ്രദ്ധ തിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സ്കോട്ട് അവരുടെ മുന്നിലൂടെ ഓടുന്നു. ഇതോടെ നരഭോജികൾ സ്കോട്ടിന് പിന്നാലെ ഓടുന്നു. അവനെ വെടിവെക്കുന്നുണ്ടെങ്കിലും ഒന്നും കൊള്ളുന്നില്ല. ഈ സമയം കൊണ്ട് പെൺകുട്ടികൾ രണ്ടുപേരും ക്രിസിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയും അവനെയും കൊണ്ട് ട്രക്കിൽ കയറി അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. ഈ സമയം സ്കോട്ട് അവർ വരുന്ന വഴിയിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അവനോട് ഓടി വന്ന് ട്രക്കിൽ കയറാൻ പറയുകയും ചെയ്യുന്നു. ഇത് അവന്റെ പുറകെ വന്ന ഒരു നരഭോജി കാണുന്നു. അവൻ ഓടി വണ്ടിയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് അവന്റെ നെഞ്ചിലൂടെ ഒരു അമ്പ് തുളഞ്ഞു കയറുന്നു. അതിനോടൊപ്പം തുടർച്ചയായി 2 അമ്പുകൾ കൂടെ അവന്റെ ദേഹത്ത് തറയ്ക്കുകയും അവനവിടെ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഇത് കണ്ട് സ്കോട്ടിന്റെ കാമുകി ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടൻ നരഭോജികൾ അവരുടെ നേർക്ക് ഉന്നം പിടിക്കുകയും ഇത് കണ്ട് അവർ അതിവേഗത്തിൽ വണ്ടിയെടുത്ത് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. നരഭോജികൾ അവിടേക്ക് വരികയും സ്കോട്ടിന്റെ ശരീരം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ വഴിയിൽ ഒരു മരം മുറിഞ്ഞു കിടക്കുന്നത് കാണുന്നു. മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു പോകാനായി റിവേഴ്സ് എടുക്കുമെങ്കിലും ചെളിയിൽ താഴ്ന്നു പോയതിനാൽ വണ്ടി അവിടെ നിന്നും നീങ്ങുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും രക്ഷയില്ലെന്ന് മനസ്സിലാക്കി അവർ വഴി ലക്ഷ്യമാക്കി കാട്ടിലേക്ക് കയറി പോകുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വാച്ച് ടവർ കാണുന്നു. ഇതിനു മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട വഴി കൃത്യമായിട്ട് കാണാൻ കഴിയും എന്നും ചിലപ്പോൾ അതിനുള്ളിൽ ഫോൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർ ആ ടവറിലേക്ക് വലിഞ്ഞു കയറുന്നു. അങ്ങനെ അവർ 3 പേരും ഉള്ളിൽ കയറിയ ശേഷം അവിടെ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ തങ്ങളുടെ അടുത്തെങ്ങും ഒരു റോഡ് പോലും ഇല്ലെന്നും അവർ ആ കാട്ടിൽ പെട്ടുപോയെന്നും അവർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവർ അത് മുഴുവൻ പരിശോധിക്കുകയും ഒരു റേഡിയോ കണ്ടെത്തുകയും ചെയ്യുന്നു. അതിലൂടെ ഞങ്ങളൊരു ആപത്തിലാണെന്നും ഞങ്ങളെ ആരെങ്കിലും ഒന്ന് സഹായിക്കണമെന്നും മെസ്സേജ് അയക്കുന്നു. ഇതിനിടെ അവരുടെ അടുത്തേക്ക് ആ നരഭോജിയിൽ വരുന്നത് അവർ കാണുന്നു. നരഭോജിയിൽ കാണാതെ അവർ ഒളിച്ചിരിക്കുമെങ്കിലും അവർ ടവറിന് മുകളിലുള്ള കാര്യം നരഭോജികൾക്ക് മനസ്സിലാകുന്നു. അവർ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് കണ്ട് ക്രിസും കൂടെയുള്ളവരും അവിടെ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് ആ വാതിലിന് മുകളിൽ വയ്ക്കുന്നു. എന്നാൽ കുറച്ചു നേരമായി ആരുടെയും അനക്കമൊന്നും കേൾക്കുന്നില്ല. അവർ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ ക്രിസും കൂടെയുള്ളവരും പേടിച്ചു നിൽക്കുന്നു. എന്നാൽ അല്പസമയത്തിനുള്ളിൽ അവരുടെ ചുറ്റും പുക വരുന്നത് അവർ ശ്രദ്ധിക്കുന്നു. നരഭോജികൾ ടവറിൽ തീയിട്ടിരിക്കുകയാണ്. തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാൻ മറ്റൊരു വഴിയും ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ക്രിസ് നമുക്ക് താഴെയുള്ള മരങ്ങളിലേക്ക് എടുത്തു ചാടണം എന്ന് പറയുന്നു. അത് ഒരുപാട് ഉയരത്തിലാണെന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നും അവൾ പറയുന്നു. എന്തായാലും ഇവിടെ നിന്നും ഇത് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു ചാൻസ് ആണെന്നും
നമുക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ എന്നും അവൻ പറയുന്നു. ശേഷം അവൻ അവിടെ നിന്ന് താഴെയുള്ള മരത്തിൻ്റെ ചില്ലകളിലേക്ക് എടുത്തു ചാടുന്നു. അങ്ങനെ അവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അവർ ഓരോരുത്തരായി അവന് പിന്നാലെ ചാടുന്നു. ശേഷം അവർ ശബ്ദമുണ്ടാക്കാതെ പതിയെ ആ മരത്തിൻ്റെ ചില്ലകളിലൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നു. എന്നാൽ നരഭോജികൾക്ക് അവർ മരത്തിന് മുകളിൽ ഉണ്ടെന്ന് മനസ്സിലാവുകയും അതിലൊരു നരഭോജി മരത്തിലൂടെ മുകളിലേക്ക് കയറി വരികയും ചെയ്യുന്നു. ഈ സമയം മരത്തിന്റെ ചില്ലയിലൂടെ ഓരോരുത്തരും നടന്ന് അപ്പുറത്തെ മരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസും ജെസ്സിയും അപ്പുറത്തെത്തുമെങ്കിലും കൂടെയുള്ള ലേഡിയെ നരഭോജി കാണുകയും കോടാലി കൊണ്ട് അവളെ വെട്ടിക്കൊല്ലുകയും ചെയ്യുന്നു. ജെസ്സി അലറാൻ തുടങ്ങുമ്പോൾ ക്രിസ് അവളുടെ വായ്പുത്തുന്നു. ക്രിസ് അവിടുത്തെ ഒരു മരച്ചില്ല വലിച്ചു പിടിക്കുകയും അത് വെച്ച് ആ നരഭോജിയെ തള്ളി താഴേക്കിടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടുന്ന അവർ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തുകയും അന്ന് രാത്രി അവർ രണ്ടുപേരും അവിടെ തങ്ങുകയും ചെയ്യുന്നു. രാവിലെ അവർ രണ്ടുപേരും നരഭോജി അവരെ ആക്രമിക്കുന്ന സ്വപ്നം കണ്ട് ഉണരുന്നു. അവർ രണ്ടുപേരും കാട്ടിലൂടെ നടന്ന് റോഡ് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ നടന്ന് ഒടുവിൽ ഒരു റോഡ് കണ്ടെത്തുന്നു. ആശ്വാസത്തിൽ അവർ നിൽക്കുകയാണ്. ആ സമയം അപ്രതീക്ഷിതമായി നരഭോജി അവരെ ആക്രമിക്കുന്നു. ക്രിസ് താഴേക്ക് വീഴുകയും നരഭോജി ജെസ്സിയെയും കൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇതിനിടെ റോഡിലൂടെ ഒരു പോലീസ് വണ്ടി വരുന്നത് അവൻ കാണുന്നു. അവൻ ഓടിച്ചെന്ന് ആ വണ്ടിയുടെ മുന്നിലേക്ക് എടുത്തു ചാടുകയും തന്നെ സഹായിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങളാണോ ഫയർ ടവറിൽ നിന്ന് ഫോൺ ചെയ്തത് എന്ന് അയാൾ ചോദിക്കുന്നു. അത് ഞങ്ങളായിരുന്നു എന്നും എൻ്റെ കൂടെയുള്ളവരെല്ലാം അവർ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നും അവൻ പറയുന്നു. നരഭോജിയുടെ അമ്പ് പോലീസുകാരൻ്റെ തലയിൽ തറയ്ക്കുന്നു. അങ്ങനെ ക്രിസ് ഓടിച്ചെന്ന് വണ്ടിയിൽ കയറുമെങ്കിലും വണ്ടിയിൽ താക്കോലില്ലായിരുന്നു. നരഭോജി അവനെ ലക്ഷ്യം വയ്ക്കുന്നത് കണ്ട അവൻ ഇറങ്ങി വണ്ടിയുടെ അടിയിൽ കിടക്കുന്നു. ഈ സമയം കൊണ്ട് നരഭോജി അടുത്തേക്ക് വന്ന് വണ്ടിയുടെ താക്കോൽ എടുക്കുകയും അവനെ അവിടെയെല്ലാം അന്വേഷിക്കുകയും ചെയ്യുന്നു. എല്ലായിടത്തും നോക്കിയ ശേഷം ഒടുവിൽ അയാൾ വണ്ടിക്കടിയിലേക്ക് നോക്കുന്നു. എന്നാൽ അപ്പോൾ അവൻ അവിടെ ഇല്ലായിരുന്നു. ക്രിസ് തൊട്ടപ്പുറത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചു നിൽക്കുകയാണ്. നരഭോജി പോലീസുകാരനെ വണ്ടിയിൽ എടുത്തിടുകയും ശേഷം കാറിൽ കയറുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് അയാൾ കാണാതെ ക്രിസ് കാറിനടിയിൽ കയറിപ്പറ്റുന്നു. അയാൾ നേരെ കാറുമായി അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയും ശേഷം പോലീസുകാരൻ്റെ ശവശരീരം വണ്ടിയിൽ നിന്നും ഇറക്കി വീടിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതെല്ലാം ക്രിസ് വണ്ടിക്കടിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അകത്ത് ജെസ്സിയെ അവർ ഒരു കട്ടിലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവർ പോലീസുകാരുടെ ബോഡി അവിടെ കൊണ്ടുവയ്ക്കുകയും അവളുടെ മുന്നിൽ വെച്ച് തന്നെ ആ ശരീരം വെട്ടി തുണ്ടം തുണ്ടമാക്കുകയും ചെയ്യുന്നു. അതിൽ ഒരാൾ കത്തിയുമായി അവളുടെ നേർക്ക് വരുന്നു. കത്തി അവളുടെ കഴുത്തിൽ വെക്കുകയും അവളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ സമയം ക്രിസ് കാർ ഓടിച്ച് വീടിടിച്ച് തകർത്തുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നു. ശേഷം തൻ്റെ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ബോംബ് അവരുടെ നേർക്ക് വലിച്ചെറിയുന്നു. അവൻ വണ്ടിക്കുള്ളിൽ നിന്നും ഒരു സ്പാനർ എടുത്ത് കൊണ്ടുവരികയും നരഭോജിയുമായി അടികൂടുന്നതിനിടെ സ്പാനർ അയാളുടെ നെഞ്ചത്ത് കുത്തിയിറക്കുകയും ചെയ്യുന്നു. ശേഷം ജെസ്സിയുടെ അടുത്ത് പോയി അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ ഒരു നരഭോജി അവിടെ വരികയും അവനെ വലിച്ചെറിയുകയും ചെയ്യുന്നു. അവർ തമ്മിൽ ഒരു ഗംഭീരൻ ഫൈറ്റ് നടക്കുന്നു. അതിനിടെ നരഭോജി അവനെ ആക്രമിക്കുകയും അവൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ അയാളുടെ തലയിലൂടെ ഒരു അമ്പ് തറഞ്ഞു കയറുന്നു. ജെസ്സിയാണ് അത് ചെയ്തത്. ഇതോടെ അവർ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും മൂന്നാമത്തെ നരഭോജി വീടിൻ്റെ ഉള്ളിൽ നിന്നും ഇറങ്ങി വരുന്നു. അങ്ങനെ വീണ്ടും അവർ തമ്മിൽ സംഘടന നടക്കുകയും ക്രിസ് അയാളുടെ കഴുത്തിൽ മുറുക്കുന്ന സമയം കൊണ്ട് ജെസ്സി അയാളുടെ നെഞ്ചിലേക്ക് കോടാലി കൊണ്ട് വെട്ടുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് തൂക്കമെടുത്ത് അവർ പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതിനിടെ വീണ് കിടക്കുന്ന നരഭോജികളെല്ലാം പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങും. ഇതിനിടയിൽ ഒരു നരഭോജി അവരുടെ കാലിൽ കയറി പിടിക്കുകയും അവർ അതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാം എഴുന്നേൽക്കുന്നത് കണ്ട് അവർ പുറത്തിറങ്ങുന്നു. ക്രിസ് പോലീസ് വണ്ടിയുടെ പിന്നിലിരിക്കുന്ന പെട്രോൾ ക്യാൻ കാണുകയും അതിലേക്ക് വെടിവെക്കുകയും ചെയ്യുന്നു. അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ഇതിനുശേഷം അവർ നരഭോജികളുടെ വണ്ടിയും എടുത്ത് അവിടെ നിന്നും തിരിച്ചു പോകുന്നു. വണ്ടി അങ്ങോട്ട് വരുന്നത് കണ്ട് ഗ്യാസ് സ്റ്റേഷനിലെ വൃദ്ധൻ കട അടച്ചിട്ട ശേഷം അകത്തു നിന്നും ഒളിഞ്ഞു നോക്കുന്നു. എന്നാൽ അതിൽ നിന്നും ക്രിസ് ഇറങ്ങി വരുന്നത് കണ്ട് അയാൾ അത്ഭുതപ്പെടുന്നു. അവൻ നേരെ വന്ന് അവിടുത്തെ മാപ്പ് കീറിയെടുക്കുകയും ശേഷം അതുമായി അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് തകർന്നു കിടക്കുന്ന വീട്ടിലേക്ക് ഒരു പോലീസുകാരൻ വരുന്നതാണ്. അയാൾ അവിടെ പരിശോധിക്കുന്നതിനിടെ പലകകളുടെ ഇടയിൽ ആരോ മരിച്ചു കിടക്കുന്നത് കാണുന്നു. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പിന്നിലൂടെ അയാളുടെ അടുത്തേക്ക് ആരോ വരുന്നു. അതോടെ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയ്ക്ക് നല്ല സ്വീകാര്യത ലഭിച്ചോടെ ഇതിനുശേഷം തുടർച്ചയായി നിരവധി പാർട്ടുകൾ പുറത്തിറങ്ങുകയുണ്ടായി.